എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അടുത്ത ചാപ്റ്റർ 15ാമത്തെ ചാപ്റ്ററിൽ ആദ്യത്തെ കൺസെപ്റ്റ് റിംഗ് ഹോമോമോർഫിസം. ഇവിടെ പല കാര്യങ്ങളും റെപ്പറ്റീഷൻ ആണ്. നമ്മൾ ഗ്രൂപ്പ് ഹോമോമോർഫിസം പഠിച്ചത് അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതുകൊണ്ട് കൂടുതലും പ്രൂഫുകൾ നമുക്ക് അവിടെ പറഞ്ഞ പ്രൂഫ് തന്നെ ഇവിടെ റെപ്പറ്റീഷൻ ആണ്. ആദ്യമായി റിംഗ് ഹോമോമോർഫിസത്തിന്റെ ഡെഫിനിഷൻ ഗ്രൂപ്പ് ഹോമോമോർഫിസം പോലെ തന്നെ ഓപ്പറേഷൻസ് പ്രിസർവ് ചെയ്യണം. അതായത് ഫി ഓഫ് എ പ്ലസ് ബി ഈസ് ഫി ഓഫ് എ പ്ലസ് ഫി ഓഫ് ബി. ഇവിടെ രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട്, അത് രണ്ടും പ്രിസർവ് ചെയ്യണം. ഫി ഓഫ് എ ബി ഈസ് ഫി ഓഫ് എ ഇൻറ്റു ഫി ഓഫ് ബി. ഇത് രണ്ടും പ്രിസർവ് ചെയ്യുന്ന ഒരു റിംഗ് ആറിൽ നിന്ന് എസിലേക്കുള്ള മാപ്പിനെ വിളിക്കുന്ന പേര് റിംഗ് ഹോമോമോർഫിസം എന്നാണ്. ആ മാപ്പ് 1,1 1,2 ആയി കഴിഞ്ഞാൽ അത് ഐസോമോർഫിസം ആവും. സോ എക്സാമ്പിൾസ്: 1. Consider the ring R of X, ring of polynomials. To define a map P from R of X to R by R of X ഒരു എലിമെന്റ് എന്താ എങ്ങനെ ആയിരിക്കുക? പോളിനോമിയൽസ് ആണ് അല്ലെ. അപ്പൊ അത് എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. അപ്പൊ അതില് പി അപ്ലൈ ചെയ്യുന്നത് പി ഓഫ് 1ലേക്ക് മാപ്പ് ചെയ്യുക. ആ എക്സിന് പകരം 1 കൊടുത്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇവാലുവേഷൻ ഹോമോമോർഫിസം എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ആ പോളിനോമിയലിന്റെ എക്സിന് പകരം 1 കൊടുക്കുക. ഉദാഹരണത്തിന് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ സെയിം എക്സ് പ്ലസ് 1 ആണെങ്കിൽ പി ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് പി ഓഫ് എക്സ് പ്ലസ് 1, ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. സോ 1 + 1 = 2. ഇതാണ് അവിടുത്തെ ഹോമോമോർഫിസം എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇവിടുത്തെ മാപ്പ്. സോ ഇത് ഹോമോമോർഫിസം ആണ്. ദെൻ P is a homomorphism. ഇങ്ങനെ വെരിഫൈ ചെയ്യാം. പി ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. ഇത് ഈ എഫ് ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ആണ്, ജി ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ആണെങ്കിൽ അത് രണ്ടും കൂടെ സം ചെയ്യുന്നതും ഒരു പോളിനോമിയൽ ആണ്. ഇതിന്റെ മാപ്പ് ഡിഫൈൻ ചെയ്യുന്നത് ആ സം ചെയ്ത് കിട്ടുന്ന പോളിനോമിയൽ എക്സിന്റെ സ്ഥാനത്ത് 1 റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് എക്സാക്ട്ലി എഫ് ഓഫ് 1 പ്ലസ് ജി ഓഫ് 1. ബട്ട് എഫ് ഓഫ് 1 എന്ന് പറയുന്ന ഫി ഓഫ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് 1 എന്ന് പറയുന്നത് ഫി ഓഫ് ജി ഓഫ് എക്സ്. സോ സിമിലർലി P of f of x into g of x, P of f of x into g of x is phi of f of x into phi of g of x. So phi is a ring homomorphism. It is a ring homomorphism. Second example, define a psi from Z4 Z10 by psi of x is equal to 5x. ഇവിടെ ഇത് ഹോമോമോർഫിസം ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാവുന്നത്, ഇപ്പം നേരിട്ട് ചെയ്യുമ്പോൾ
psi of x plus y എന്ന് പറയുന്നത് ഇവിടെ 5 into x plus y. This is 5x plus 5y. ഇതിൽ നിന്ന് psi of x plus psi of y. Psi of x plus psi of y. ഇത്ര ചെയ്താൽ മതിയോ എന്നൊരു സംശയം വരാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലെ ഓപ്പറേഷൻ അഡിഷൻ മോഡുലോ 4ഉം റൈറ്റ് സൈഡിലെ ഓപ്പറേഷൻ അഡിഷൻ മോഡുലോ 5ഉം ആണ്. സോറി, അഡിഷൻ മോഡുലോ 10ഉം ആണ്. അപ്പൊ ഇതിങ്ങനെ ഇത്ര ചെയ്താൽ പോരാ ഇത് ഹോമോമോർഫിസം ആണെന്ന് വെരിഫൈ ചെയ്യാൻ. അതിന് ഒരു എക്സാമ്പിൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ഇവിടെ ഞാൻ ചെയ്യുന്നത് അഡിറ്റീവ് പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് x ഈസ് ഈക്വൽ ടു Z4ലെ എലിമെന്റ്സിനെ എനിക്ക് സോ ലെറ്റ് x, y ഇവിടെ you consider x, y belongs to Z4, then x plus y can be written as some 4q1 plus r1. xy can be written as 4q2 plus r2, where 0 less than or equal to r1 less than 4, 0 less than or equal to r2 less than 4. ഇത് by division algorithm. എന്നിട്ട് psi of x plus y കണ്ടുപിടിക്കുമ്പോൾ that is the psi of x plus y എന്ന് പറഞ്ഞാൽ എന്താ? It is psi of r1. x plus y Z4ൽ എടുക്കുമ്പോൾ റിമൈൻഡർ എടുത്താൽ മതിയല്ലോ. But what is r1? So that is the psi of r1 is exactly 5 times r1, which is same as 5 times what is r1? That is x plus y minus 4q1. ഏതാ ഈ ഇക്വേഷനിൽ? That means 5x plus 5y minus 20q1. But 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 അല്ലേ? ഇത് 10 അല്ലേ? But that means it is equal to 5x plus 5y in Z10. This is exactly psi of x plus psi of y. Psi of x 5x and psi of y 5y. So that means additive property satisfied. So additive property കിട്ടി. Similarly, multiplicative property കിട്ടാൻ വേണ്ടി psi of xy is നമ്മൾ xy എന്ന് എഴുതി 4q2 plus r2 എന്ന് എഴുതി. So psi of r2, that is 5r2. But what is r2? r2 is xy minus 4q2, that is 5xy minus 20q2. അപ്പൊ ഇവിടെ എനിക്ക് കിട്ടേണ്ടത് psi of x into psi of y, that is 5x into 5y ആണ്. പക്ഷെ അതിവിടെ എനിക്ക് കിട്ടും. കാരണം എന്താ അറിയാമോ? 5x into 5y എന്ന് ഞാൻ ഇവിടെ എഴുതിയാൽ 25 എന്ന് പറയുന്നത് Z10ൽ എന്തിന് ഈക്വലാ? 5ന് ഈക്വലാ. അപ്പൊ ഈ 5 into 5 എന്ന് 25 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. ഇനി 20q2 എന്ന് പറഞ്ഞാൽ 0, 20q2 എന്ന് പറഞ്ഞാൽ 0. So this is in Z10. So this is exactly psi of x into psi of, hence psi is a ring homomorphism. Z4ൽ നിന്ന് Z10ലേക്കുള്ള ഈ മാപ്പ് റിംഗ് ഹോമോമോർഫിസം ആണ്. മൂന്നാമത്തെ എക്സാമ്പിൾ, so that the map x mapping to 5x from Z5 to Z10 is not a
ഹോമോമോർഫിസം, റിംഗ് ഹോമോമോർഫിസം. ഞാൻ ഇവിടെ പറയുന്ന ഹോമോമോർഫിസം അല്ല, റിംഗ് ഹോമോമോർഫിസം. അപ്പം ഇതിന് മനസ്സിലായോ, നമ്മളിവിടെ വെറുതെ എക്സ് ടു 5x ഈ വെരിഫിക്കേഷൻ മാത്രം കൊണ്ടത് ഹോമോമോർഫിസം ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അത് ഹോമോമോർഫിസം ആകണമെന്നല്ലോ. പക്ഷേ ഈ സെയിം മാപ്പ് Z5 നിന്ന് Z10 എടുക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ റിംഗ് ഹോമോമോർഫിസം. കാരണം ആ രണ്ട് സ്ഥലത്തെ ഓപ്പറേഷൻ വ്യത്യാസമായതുകൊണ്ട് അവിടെ പ്രശ്നം വരാം. സോ ഹിയർ ദ തിങ് ഈസ് ദാറ്റ് ദ മാപ്പ് x maps to 5x, ഞാൻ phi എന്ന് വിളിക്കാം, does not preserve the addition since you consider psi of 3 plus 2, this is psi of 5. 5 എന്ന് പറഞ്ഞാൽ അതിൽ 0 അല്ലേ, psi of 0. അപ്പം അതൊരു ഹോമോമോർഫിസം ആണെങ്കിൽ phi of 0 എന്താകണം, 0 ആകണം, 0 മാപ്പ് ചെയ്യണം. പക്ഷെ വാട്ട് ഈസ് phi of 3 plus phi of 2? Phi of 3 is 15 plus 10, 25. 25 എന്ന് പറഞ്ഞാൽ Z10 എത്രയാ, is equal to 5 in Z10. So that means phi of 3 plus 2 is not equal to phi of 3 plus phi of 2. അപ്പോൾ അതുകൊണ്ട് ഇത് homomorphism അല്ല. Okay, so the next example is ഇതൊരു previous question ആണ്. Let R be a commutative ring of characteristic 2. Show that the mapping A maps to A square is a ring homomorphism. From R to R. Solution is easy. Characteristic 2 എന്നുള്ളത് അവിടെ ഉപയോഗിക്കണം. Characteristic 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു x എടുത്തിട്ട് x plus x കണ്ടുപിടിച്ചാൽ 2x ആവും, that becomes 0 അല്ലെ. ഇതിനല്ലേ characteristic എന്ന് വിളിക്കുന്നത്. റിങ്ങിലെ characteristic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് എല്ലാ എലിമെന്റ് 0 ആകുന്ന n അല്ലെ, അതിനാണ് characteristic എന്ന് വിളിക്കുന്നത്. ആ ഡെഫിനിഷൻ നോക്കുക, നമ്മൾ characteristic മുന്നേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോ let P from R to R be defined by P of A is A square. Then for x comma y belongs to R, P of x plus y is x plus y square, that is x square plus 2xy plus y square. But x square, it's 2xy 0 ആയി പോകും. So since characteristic of R is 2, so this is P of x plus P of y.
Okay. Similarly, what is P of xy? That is clear actually. That is x plus xy square and x square y square. It is phi of x into phi of. Hence, P is a ring homomorphism. All right. Now the next example is the fifth one, right? So that 2z is not, so that the ring 2z is not isomorphic to the ring z. 2z എന്ന് പറയുന്നത് ഇസഡിന്റെ സബ് റിംഗ് ആണ്. അത് ഇസഡുമായിട്ട് ഐസോമോർഫിക് അല്ല. കാരണം എന്താ? ആൻസർ ഈസ് ഈസി. ഇസഡിന് യൂണിറ്റ് ഉണ്ട് അല്ലേ? അവിടെ ഒരു കാര്യം നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം അവിടെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു റിംഗ് ഹോമോമോർഫിസത്തിൽ 1 യൂണിറ്റി ആണെങ്കിൽ പി ഓഫ് 1 എന്ന് പറയുന്നത് എസിലെ യൂണിറ്റി ആയിരിക്കും. യൂണിറ്റ് എലിമെന്റിനെ യൂണിറ്റ് എലിമെന്റിലേക്ക് മാപ്പ് ചെയ്യും. പക്ഷെ ഇവിടെ Z has unit element 1, but 2Z has no unit element. യൂണിറ്റ് എലിമെന്റ് എന്താ? യൂണിറ്റി എന്നല്ലേ പറയാം. ഹാസ് യൂണിറ്റി. യൂണിറ്റി എന്ന് പറഞ്ഞാൽ മതി. യൂണിറ്റ് എലിമെന്റ് എന്നോ യൂണിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റി 1, ബട്ട് ഇത് നോ യൂണിറ്റി. യൂണിറ്റിന്ന് യൂണിറ്റ് എലിമെന്റ് എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. യൂണിറ്റി എലിമെന്റ് എന്ന് പറയുന്നത് ഒരു സുഖമുള്ള കാര്യമില്ല. സോ യൂണിറ്റ് എലിമെന്റ് എന്ന് പറയാം. അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ. ഒരു റിങ്ങിനകത്ത് ഒരു എലിമെന്റ് യൂണിറ്റ് എന്ന് പറയണമെങ്കിൽ അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള എലിമെന്റുകളെയാണ് യൂണിറ്റ് എലിമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് യൂണിറ്റി എന്ന് തന്നെ പറയണം അല്ലെ. ഹാസ് യൂണിറ്റി 1, ഹാസ് നോ യൂണിറ്റി എന്ന് എഴുതിയാൽ മതി അല്ലെ. യൂണിറ്റ് എലിമെന്റ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള എലിമെന്റുകളെയാണല്ലോ യൂണിറ്റി എന്ന് വിളിക്കുന്നത്, യൂണിറ്റ് എലിമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ Z and 2Z are not isomorphic as ring. സോ ഇവിടെ നിങ്ങൾ ഗ്രൂപ്പ് തിയറി ആലോചിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു Z and 2Z ഒക്കെ ഐസോമോർഫിക് ആണ് ഗ്രൂപ്പായിട്ട്. അഡിഷൻ വിത്ത് റെസ്പെക്ട് ടു അഡിഷൻ രണ്ടും സൈക്ലിക് ഗ്രൂപ്പാണ്, ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പാണ്. അപ്പൊ അത് ഐസോമോർഫിക് ആണ്. പക്ഷെ റിംഗ് ആയിട്ട് വരുമ്പോൾ ഇത് രണ്ടും ഐസോമോർഫിക് അല്ല. കാരണം ഒന്നിൽ 1 ഉണ്ട്, മറ്റേതിൽ 1 ഇല്ല. ഓക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പ്രോപ്പർട്ടീസ് ഓഫ് റിംഗ് ഹോമോമോർഫിസം. ഇതിന്റെ പ്രൂഫൊക്കെ ആൾമോസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ പ്രൂവ് ചെയ്ത സെയിം പ്രൂഫുകൾ തന്നെയാണ്. ഓക്കെ. അവിടെ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? Let phi be a ring homomorphism from a ring R to a ring S. Let A be a subring of R and let B be an ideal of S. ആദ്യം എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഫോർ എനി R belongs to R and any positive integer n, phi of nr is n into phi R
and phi of r raised to n is phi of r raised to n. ഇത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. ഇറ്റ് ഈസ് എക്സസൈസ്. രണ്ടാമത് എന്താ, phi of capital A is a subring of S. സോ രണ്ടാമത്തെ പ്രൂഫ് എഴുതാം. given A is a subring of R. To prove phi of A is a subring of S, അല്ലേ? അതിനെന്ത് കാണിക്കണം? let അതിനു മുമ്പ് വാട്ട് ഈസ് phi of A? phi of A എന്ന് പറയുന്ന സെറ്റ് എന്താ? ദിസ് ഈസ് സെറ്റ് ഓഫ് ആൾ phi of small a such that A belongs to capital A. സബ്രിങ് ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്യണം? ലെറ്റ് രണ്ട് എലിമെന്റ് എടുക്കുക. ലെറ്റ് phi of A, phi of B element of phi of capital A. നമുക്ക് എന്ത് കാണിക്കണം? ഡിഫറൻസ് എടുക്കണം അല്ലെ? phi of A minus phi of B is this is same as phi of A plus phi of minus B. ഇതൊക്കെ ഹോമോമോർഫിസത്തിന്റെ പ്രോപ്പർട്ടി നമ്മൾ ഗ്രൂപ്പിൽ ചെയ്ത പോലെ ഇറ്റ് ഈസ് phi of A minus B. This is element of phi of A since A minus B element of capital A. ഇനി എന്താ കാണിക്കേണ്ടത്? പ്രോഡക്റ്റ് phi of A into phi of B. ഹോമോമോർഫിസം ആയതുകൊണ്ട് ഇറ്റ് ഈസ് phi of AB. So this is clearly element of phi of capital A since AB belongs to capital A. ഇതാണ് സബ്റിങ്. So phi of A is a subring of S. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താ? if A is an ideal of and phi is on to S then phi of A is an ideal. അവിടെ phi on to എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്.